ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഐബ്രോ ത്രെഡിങ് സ്വന്തമായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. നമ്മൾ എല്ലാ ആൾക്കാരും ഐബ്രോ ത്രെഡിങ്ങിന് വേണ്ടിയിട്ട് എപ്പോഴും പാർലറിലായിരിക്കും പോകുന്നത്. ചില മൈനോറിറ്റി ആൾക്കാർ മാത്രമായിരിക്കും നമ്മൾ റേസർ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ സെൽഫായിട്ട് ത്രെഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഐബ്രോ ഒന്ന് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ സ്വയം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈവൻ നമുക്കിപ്പോ എന്തെങ്കിലും പെട്ടെന്നൊരു ഫംഗ്ഷൻ പോകേണ്ടി വന്നാലോ, നമ്മൾ പ്ലാൻഡ് അല്ലാത്ത എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ ഈ ഐബ്രോ ഇങ്ങനെ കാട് പോലെ ഇരിക്കും. നമ്മുടെ ഫേസിൽ മൊത്തത്തിൽ നമ്മൾ ഐബ്രോ ഒന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു മൊത്തത്തിൽ ഒരു പ്ലസന്റ് ലുക്ക് കിട്ടും. അപ്പൊ ഐബ്രോ അങ്ങ് കൊളായിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ അലമ്പായി പോവും. അപ്പൊ എന്തെങ്കിലും ഇങ്ങനെ ഒരു എടിപടിയെന്ന് ഒരു ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഐബ്രോ ത്രെഡിങ് സ്വന്തമായിട്ടൊന്ന് അറിയുവാണെങ്കിൽ, ഐബ്രോ ഷേപ്പിംഗ് സ്വന്തമായിട്ടൊന്ന് പഠിച്ചിരിക്കുവാണെങ്കിൽ നമുക്ക് എന്നും ഗുണമാണ്. അപ്പൊ ഞാൻ ഐബ്രോ ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ റേസർ വെച്ചിട്ടാണ്. ഞാൻ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ബോഡി വൈബ്സിന്റെ ഈ ഒരു എന്താ പറയുന്ന റേസർ വെച്ചിട്ടാണ്. ഇതിനകത്ത് 3 റേസർ ആണ് ഉള്ളത്. ഒരെണ്ണം ഞാനിപ്പോ ചെയ്യാൻ വേണ്ടി എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. നല്ല അടിപൊളി റേസർ ആണ് കേട്ടോ. ഞാൻ കാർമേസിയുടെ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ സാൻഫിയുടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് റേസേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തതാണ് ഈ ഒരു ബോഡി വൈസിന്റേത്. അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എല്ലാ റൈസറും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. നമ്മളിപ്പോ യൂസ് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്ത് ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളും കൂടെ നമുക്ക് ആ ഒരു ഷാർപ്പായിട്ട് തന്നെ കിട്ടും. പറയുന്നെല്ലാം അങ്ങ് തെറ്റിപ്പോവാണല്ലോ. ഓക്കെ, അപ്പോ അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആ മൂർച്ചയെല്ലാം പോയിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റും തോന്നില്ല. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടുണ്ടാക്കിയ ബ്ലേഡുകളാണ്. പ്രൊട്ടക്റ്റീവ് ക്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് അതാണ് നമ്മൾ എപ്പോഴും ഇട്ട് വെക്കണം എന്ന് പറഞ്ഞാൽ, അല്ലാതെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ മൂർച്ചയെല്ലാം പോകും. നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസ് ഹെയർ അല്ലെങ്കിൽ ഐബ്രോ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെളിച്ചം വരില്ല നമ്മുടെ ഫേസിൽ. അതുപോലെ ഫേസിലും തൊട്ട് നോക്കുമ്പോൾ ഭയങ്കര സ്മൂത്ത് ആയിട്ടിരിക്കും. മേക്കപ്പ് ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലോലെസ് ആയിട്ട് നമുക്ക് മേക്കപ്പ് കിട്ടും. അല്ലെങ്കിൽ ഇങ്ങനെ ചുമ്മാ ഇവിടെയൊക്കെ ആണെങ്കിൽ മേക്കപ്പ് ഇട്ട് നമ്മൾ ജസ്റ്റ് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമ്പാക്ട് പൗഡർ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര അലമ്പായിട്ട് ഈ ഒരു ഏരിയ ഒക്കെ ഇരിക്കും. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ അപ്പർ ലിപ്പ് ആണെങ്കിലും ഫേസിലെ ഹെയർ ഒക്കെ എടുക്കുമ്പോഴാണെങ്കിലും നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു വെട്ടം വേണ പോലത്തെ ഒരു അവസ്ഥ കിട്ടും. നല്ലതാണത്. നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് വെച്ചിട്ട് നമ്മളെ മുറിയൊന്നുമില്ല. ആ മുറിയും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. എനിക്കൊന്ന് ഐബ്രോ ത്രെഡിങ് ടൈമിലാണ് അവരിങ്ങനെ ഈ സെൻസിറ്റീവ് ഏരിയ ആകുമ്പോൾ ത്രെഡ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ മൂഡ് വരാനുള്ള സാധ്യതയുണ്ട്. അല്ലാണ്ട് മുറിയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് ഇതുവരെ റേസർ വെച്ചിട്ട് മുറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ബ്ലേഡ് വെച്ച് പണ്ട് എടുക്കുമ്പോൾ പോലും എനിക്ക് മുറിഞ്ഞിട്ടില്ല. പിന്നെ ആകെ ഉള്ളൊരു ത്രെഡ് ചെയ്ത സമയത്ത് നമുക്ക് ഇവിടെ ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പൊട്ട് പോലെ അന്ന് എടുക്കുന്ന ദിവസം അറിയില്ല, ചെറിയൊരു നീറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ ചെറിയ സ്കാബ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നു സേഫ് ആയിട്ടുള്ള സംഗതി ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വയം റേസർ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. എനിക്ക് ഇങ്ങനെ തന്നെ നിന്നിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മിററിലാണ് വീഡിയോ വെച്ചിരിക്കുന്നത്. മീൻസ് ചിലപ്പോൾ ഔട്ട് ഓഫ് ഫോക്കസ് ആവാൻ സാധ്യതയുണ്ട്. ചില ഏരിയാസിൽ നിങ്ങൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കാൻ, ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ത്രെഡ് ചെയ്യുന്നത്, ഞാൻ എപ്പോഴും ത്രെഡ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് ഈ ഒരു നമ്മുടെ ഇത് റൈറ്റ് സൈഡിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ ആദ്യം ഈ താഴെ വശം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഐബ്രോന്റെ കറക്റ്റ് ഈ ഒരു കോർണർ ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇങ്ങനെ പൊക്കി പിടിക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ താഴത്തുനിന്ന് നമ്മുടെ ആ ഒരു ഐബ്രോന്റെ ഷേപ്പ് ഒട്ടും പോവാതെ തന്നെ നമ്മൾ ഇങ്ങനെ മേളിലോട്ട് ഐബ്രോസിന്റെ ഓപ്പോസിറ്റ്, ഹെയറിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഇങ്ങനെ എടുത്തു കൊടുക്കും. കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഈ ഒരു പോർഷൻ, ഈ ഒരു സൈഡ് ഇവിടം തൊട്ട് ഈ ഒരു ഏരിയ വരെ കംപ്ലീറ്റ് ഇത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അഗൈൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അത് ഈ ഒരു താഴത്തെ പോർഷനാണ് നമ്മൾ ലെവൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ലെവലിൽ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നിരക്കിയിട്ട് നമ്മൾ ഇങ്ങനെ താഴത്തോട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ലൈൻ പിടിക്കുക. ദെൻ താഴത്തോട്ട് ഇങ്ങനെ
റൈസർ കൊണ്ടുപോകും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ പൊയ്ക്കോളും. എന്നിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഷേപ്പിൽ പിടിക്കുക, താഴത്തോട്ട് ഇങ്ങനെ 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 തൂത്തൂത്ത് കൊടുത്താൽ മതി. അപ്പൊ തന്നെ മുറിഞ്ഞ് പൊയ്ക്കോളും കേട്ടോ. ഈസിയാണ്, ഭയങ്കര ഈസിയാണ്. ഈവൻ ഞാനത് പറയുന്നത് നമുക്ക് ഒരു തവണയെങ്കിലും ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നാൽ സ്വന്തമായിട്ട് ചെയ്യാം. ഇതിപ്പോ ഈ ഒരു ഏരിയ ഫുൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് നമ്മള്. കണ്ടോ, നിമിഷ നേരം കൊണ്ട് നമ്മളിത് പരിപാടി കഴിഞ്ഞു. അപ്പൊ ഈ ഒരു ഐബ്രോന്റെ താഴത്തെ വശം നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഒരു സൈഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ഒരു നടുക്കുവശം ചെയ്യുമ്പോൾ ഈ റേസർ നമ്മൾ കുറച്ചിങ്ങനെ ഒന്ന് പൊക്കി പിടിക്കുക. അതായത് ഈ റേസറിന്റെ ഈ ഒരു പോർഷൻ മാത്രമേ നമ്മുടെ ഈ ഒരു ഐബ്രോയിൽ മുട്ടാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് നടുക്കുവശം നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ ടോപ്പിലേക്ക് പോവാണ്. ടോപ്പിൽ പിന്നെ എന്തായാലും മുകൾ വശത്തൊക്കെ മുട്ടണം. അപ്പൊ ഫുള്ള് നമ്മൾ റൈസർ പിടിച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ കൊടുക്കുക. ഇനി ഇവിടെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇവിടുത്തെ കുറച്ച് മുടി അങ്ങ് നീക്കി പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ചെറുതായിട്ട് നമുക്ക് എങ്ങനെയാണ് ടെയിൽ വേണ്ടത് ആ രീതിയിൽ നമുക്ക് ചെയ്യാം. ഇപ്പൊ നോക്കിക്കേ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഐബ്രോ നോക്കിക്കേ, നമ്മുടെ ഈ ഐബ്രോയും കൂടെ വെച്ച് നോക്കിക്കേ. കണ്ടോ, അത്രയും ഡിഫൈൻ ചെയ്ത് നമ്മൾ എടുത്തു. അടിപൊളിയായിട്ട് നമ്മൾ എത്ര ഒരു മിനിറ്റ് പോലും കൃത്യമായിട്ട് എടുക്കില്ല. ഞാൻ ഇങ്ങനെ സംസാരിച്ചും കൊണ്ട് നിൽക്കുന്നതുകൊണ്ടുകൂടെയാണ് ഒരു മിനിറ്റ് എങ്കിലും എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു മിനിറ്റ് പോലും എടുക്കില്ല. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഐബ്രോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ് ഐബ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കര ഈസിയാണ്, ഇതുപോലെ തന്നെയാണ്. അപ്പൊ ആദ്യം നമുക്ക് ഇവിടെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കുമെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് നോക്കുക. ക്ലിയർ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നേരെ അപ്പുറത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ലെവല് പിടിച്ച് ഇങ്ങനെ ഈ സൈഡിലോട്ട് പിടിക്കുക. എന്നിട്ട് നേരെ താഴത്തോട്ട് റേസർ യൂസ് ചെയ്ത് താഴത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങനെ തന്നെ. എന്നിട്ട് എവിടെ വരെ നമ്മൾ നിർത്തിയോ അവിടുന്ന് സെയിം തന്നെ ലെവല് പിടിക്കുക താഴത്തോട്ട്. ഓക്കെ, ക്ലിയർ ആയില്ല, മനസ്സിലായി? അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ചെയ്തില്ലേ, ഇവിടുന്ന് ഇങ്ങനെ കറക്റ്റ് ലെയർ പിടിക്കുക. എന്നുവെച്ചാൽ ലെയറിൽ ലെവല് പിടിക്കുക, ഇങ്ങനെ ലെയർ പിടിക്കുക ഹെയറിന്റെ ഇടയ്ക്കൂടെ. എന്നിട്ട് എത്രത്തോളം അപ്പുറത്ത് പോകണോ ഇപ്പുറത്ത് പോകണോ നോക്കുക. ശരിയാണെങ്കിൽ നേരെ താഴത്തോട്ട് ഇങ്ങനെ കൊടുക്കുക. വെരി സിമ്പിൾ. അപ്പൊ തന്നെ നമുക്ക് ഷേപ്പ് കിട്ടിക്കോളും. അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഷേപ്പ് ചെയ്യാൻ പോയാൽ നടക്കൂല, അത് ആദ്യമേ ചെയ്യണം. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടാണോ കാണാൻ? ഓക്കെ, ഇനി നമുക്കെന്നാ ഇവിടെ നിന്ന് എടുക്കാം. ഈ സൈഡ് എടുക്കാൻ ഈസിയാണ്, നമുക്കൊരു പാങ് ഉണ്ടാവുമല്ലോ. മറ്റേതുപോലല്ല, ഈ സൈഡ് എടുത്ത് വിടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല പാങ് ഉണ്ടാവും. നമ്മളിങ്ങനെ ചുമ്മാ നിസ്സാര കാര്യമുള്ളൂ. ചിലർക്ക് റൈസർ വെച്ച് ചെയ്യാൻ പേടിയാന്നൊക്കെ പറയുന്നേക്കാം. എന്തിനാ പേടിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ഒട്ടും പേടിക്കേണ്ട ആവശ്യവും ഇല്ല. ശരിക്കും ത്രെഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നുന്നു മുറിയുന്നത്. ചിലര് ത്രെഡ് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടില്ല, ഇപ്പൊ പാർലറിൽ പോയി നമ്മൾ ത്രെഡ് ചെയ്താൽ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ, ഇവിടെ ഈ ഒരു കുറച്ച് സെൻസിറ്റീവ് ഏരിയ ആയതുകൊണ്ട് നമുക്ക് അവർ ത്രെഡ് ചെയ്യുന്ന സമയത്ത് ത്രെഡ് വെച്ചിട്ട് ഓവറായിട്ട് ഹെയർ അതിനകത്ത് ത്രെഡിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് ഇങ്ങനെ മുറിവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ പോലും നമുക്ക് ഈ ഒരു റേസർ വെച്ചിട്ട് നമ്മൾ ത്രെഡ് ചെയ്യുന്ന സമയത്ത് സംഭവിക്കില്ല. അപ്പൊ അത്രയും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ത്രെഡിങ് നമ്മുടെ റേസർ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ് ഐബ്രോ ഷേപ്പിംഗ്. നമ്മൾ ഈ ഒരു റേസർ വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രെഡിങ്ങിലേക്ക്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ത്രെഡ് ചെയ്തത് എനിക്ക് 2020 നമ്മുടെ ആ കൊറോണ ടൈം തൊട്ടാണ് ഞാൻ ഈ ഒരു റേസർ എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് റേസറിലേക്ക് പോയത്. അതിന് മുന്നേ ഞാൻ ബ്ലേഡ് വെച്ചിട്ട്, നമ്മുടെ നോർമൽ ബ്ലേഡ് ഉണ്ടല്ലോ, ബ്ലേഡ് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് എടുക്കുമായിരുന്നു. എന്നാലും നമ്മൾ ത്രെഡിങ് ആണ് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, ത്രെഡിങ് തന്നെ പോകുമായിരുന്നു. പക്ഷെ കൊറോണ ടൈം നമുക്ക് ത്രെഡിങ് പറ്റില്ല, അങ്ങനെ വന്നപ്പോൾ നമുക്ക് റേസർ ആണ് പറ്റുള്ളൂ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് എന്തെങ്കിലും ഒരു റേസർ, പണ്ടെങ്ങാണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചൊരു റേസർ ഉണ്ടായിരുന്നു, അത് വെച്ചിട്ട് ഞാൻ സ്ഥിരം ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ ഇതുവരെ പാർലറിൽ പോയിട്ടേ ഇല്ല കേട്ടോ. ഞാൻ പറയുന്നത് നിങ്ങൾ പാർലറിൽ പോകണ്ടെന്നല്ല, ബട്ട് നിങ്ങൾക്ക് ഈ ഒരു രീതിയും കൂടി നോക്കാം. നിങ്ങൾക്ക് ഓക്കെയാണ്, വർക്ക് ചെയ്യുന്നുണ്ടോ എന്നെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതുകൊണ്ട് പരിപാടി കഴിഞ്ഞു. ഓഹോ, ഒന്നും ചെയ്യാനില്ല, ഇനി പരിപാടി തീർന്നു. ശരിക്കും ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. പരിപാടിയെ തീർന്നു, ഒന്നും ചെയ്യണ്ട. മുഖം ഒന്ന് ചെറുതായിട്ട് കഴുകുക, കുറച്ച് അവിടെ ഇവിടെയൊക്കെ നമ്മുടെ ഹെയർ വീണിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ റേസർ വെച്ചിട്ട് നമ്മുടെ അപ്പർ ലിപ്പും കൂടെ ഒന്ന് എടുത്തുവിടാം. കുറച്ച് ഹെയർ വന്നിട്ടുണ്ട്. പൊതുവെ ആൾക്കാർ
അലോവേറ ജെല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തേച്ചിട്ടായിരിക്കും ഇങ്ങനെ ഇതൊക്കെ എടുക്കുന്നത്. അങ്ങനെ തന്നെ എടുക്കുന്നതാണ് കേട്ടോ എപ്പോഴും നല്ലത്. ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ചുമ്മാ അങ്ങ് ചെയ്ത് വിടുക. ഞാൻ എന്നെ അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഇല്ല. ആകെ 2-3 അവിടെ ഇവിടെയൊക്കെ ഉള്ളു. അപ്പൊ ചുമ്മാ അതങ്ങ് ചെയ്ത് വിടുവാണ്. പരിപാടി കഴിഞ്ഞപ്പോൾ മുഖം കഴുകി ഞാൻ എന്തായാലും സ്കിൻ കെയർ ചെയ്യും. അപ്പൊ സ്കിന്നിന് അത്ര ഹാം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഇനി ഈ റൈസർ നമ്മൾ നല്ല വൃത്തിയായിട്ട് വെള്ളത്തിൽ കഴുകി ടിഷ്യൂ വെച്ച് തുടച്ച് എന്നിട്ട് വേണം നമ്മൾ ആ ക്യാപ്പ് ഇട്ട് അടച്ചു വെക്കാൻ വേണ്ടിയിട്ട്. എങ്കിൽ മാത്രമേ നമുക്കിത് റീയൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് ഒന്ന് യൂസ് ചെയ്ത് രണ്ടാമത് നമ്മൾ എടുത്തു വെച്ചാൽ തുരുമ്പായി പോകും. തുരുമ്പല്ല, ഇത് തുരുമ്പ് പിടിക്കില്ല, പക്ഷെ എന്നെ മൂർച്ച പോകും. പിന്നെ ഗുണമില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വേറൊരു വീഡിയോ ആയിട്ട് ഉറപ്പായിട്ടും കാണാം. ടിൽ ദെൻ ബൈ.